നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കൊല്ലം ജില്ലയിലെ കൊല്ലം, കരുനാഗപ്പള്ളി എന്നീ നിയോജക മണ്ഡലങ്ങളിലൂടെയും ആലപ്പുഴ ജില്ലയിലെ അരൂർ നിയോജക മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര അഷ്ടമുടി കായലിന്റെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്ന കൊല്ലം ജില്ലയുടെ സിരാ കേന്ദ്രമായ കൊല്ലം നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും നാടിന് പുതിയ മുഖം നൽകുന്നതിനുമായി കഴിഞ്ഞ 10 വർഷക്കാലം സർക്കാർ കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. മികച്ച ഗതാഗത പദ്ധതികൾ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ നാടിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലെ കൂടുതൽ വികസന വിശേഷങ്ങൾ കാണാം. കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട എല്ലാ സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ടൊരു പ്രശ്നമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതിയായിട്ടുള്ള ഫണ്ട് നൽകി. കൊല്ലം ജില്ലയിലെയും കേരളത്തിലെയും എല്ലാ സ്കൂളുകളുടെയും കാര്യത്തിൽ മണ്ഡലം ഏതെന്ന് നോക്കാതെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത് എന്നതാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ആരോഗ്യ മേഖല. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യം ആവശ്യത്തിനില്ലാത്തതിൻ്റെ പേര് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്നതിനെല്ലാം തന്നെ ലോകതരത്തിലേക്ക് എത്തിച്ച് കേരളത്തിലെ 70% വരുന്ന ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എല്ലാ ചികിത്സയ്ക്കും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായിട്ടുള്ള ഉള്ള നിലയിലേക്ക് അത് മാറ്റി 5 മുതൽ 10 നില വരെ ഉള്ള കെട്ടിട സമുച്ചയങ്ങൾ പടുത്തുയർത്തി AC സൗകര്യങ്ങൾ അവിടെ ലഭ്യമാക്കി. കൊല്ലം മണ്ഡലത്തിൽ കടന്നാൽ കൊല്ലം ജില്ലാ ആശുപത്രിയും വിക്ടോറിയ ആശുപത്രി, ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി ഇതിൻ്റെ ഗുണം ലഭിച്ച കൊല്ലം ജില്ലയുടെ തന്നെ കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിൽ വന്ന മാറ്റം നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് എന്നതാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഒരു സാംസ്കാരിക സമുച്ചയം സ്ഥാപിക്കപ്പെട്ടു. ആ സാംസ്കാരിക സമുച്ചയം എന്നത് കൊല്ലം ജില്ലയിലെയും കേരളത്തിലെയും ലോകത്തെയും എല്ലാവരുടെയും മനസ്സിൽ എന്നും നിലനിൽക്കുന്ന സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നവോത്ഥാന കാലഘട്ടത്തിൽ ഉജ്ജ്വലമായ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിച്ച് അതിന് ഗുണം ലഭ്യമാക്കാൻ വേണ്ടി പോരാടിയ നവോത്ഥാന നായകന്മാരുടെ ഒക്കെ തന്നെ നാമധേയം പുതിയ തലമുറയിൽപ്പെട്ടവർ ഉൾപ്പെടെ ഓർക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംരംഭങ്ങൾ കേരളത്തിലെ മിക്ക ജില്ലകളിലും ആരംഭിക്കപ്പെട്ടപ്പോൾ കൊല്ലം ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള സാംസ്കാരിക സമുച്ചയമാണ്. 54 കോടി രൂപയാണ് അതിനുവേണ്ടി സർക്കാർ അനുമതിയോടെ കിട്ടി ലഭ്യമാക്കിയതെന്ന് നമ്മൾ കാണും. പെരുമൾ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നതെങ്കിൽ ആ പാലം ഇന്ന് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പ്രഭാതത്തിലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുമെല്ലാം ഉല്ലാസത്തിന് പോലും വന്നു നിൽക്കുന്ന നിലയിലേക്ക് മനോഹരമായ ഒരു പാലമാക്കി മാറ്റിയതിന് മുടക്കിയ പണവും ഈ പദ്ധതിയിലൂടെയാണ്. ആശ്രാമ ലിങ്ക് റോഡിൻ്റെ കാര്യമാണെങ്കിലും ഇനി നവീകരിച്ച് സമർപ്പിക്കാൻ പോകുന്ന കൊല്ലം KSRTCയുടെ മുന്നോട്ട് പോക്കിനാണെങ്കിലും ഈ പദ്ധതി
പ്രയോജനം എന്നത്തേക്കും ആ ആളുകൾ പ്രയോജനം വരുന്ന രൂപത്തിലേക്കാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. കൊല്ലം ജില്ലയിലെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും അതാര് ജയിച്ചു എന്ന് നോക്കാതെ മതിയായിട്ടുള്ള ഫണ്ട് നൽകി ഫെഡറൽ സംവിധാനത്തെ താഴ്ത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് നയത്തിന് വ്യത്യസ്തമായി ഒരു ഫെഡറൽ സംവിധാനത്തെ കാത്തു സംരക്ഷിക്കും. എല്ലാവരും മനുഷ്യരാണ്. എവിടെ ജീവിക്കുന്നയാളും എവിടെ താമസിക്കുന്നയാളും കേരളത്തിൽ ഒരേപോലെ കണ്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അക്കാര്യങ്ങളെല്ലാം തന്നെ നീക്കിയിരിക്കുന്നത് എന്നതും നാം കാണേണ്ട ഒന്നാണ്. കേന്ദ്ര സർക്കാരാകട്ടെ അർഹതപ്പെട്ട വീതം പോലും തരാതെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് തകർക്കാൻ പരിശ്രമിച്ച സന്ദർഭത്തിലാണ് കേരളം മുട്ടുമടക്കാൻ തയ്യാറല്ല. നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റും, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊട്ട് പ്രവർത്തിക്കും. അതിൻ്റെ മൗഢ ഉദാഹരണങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച ഓരോന്നിനും നമുക്ക് കാണാൻ കഴിയും. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഏതൊരു നാടിന്റെയും ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങളാണ്. കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് നടന്നത്. സംസ്ഥാന സർക്കാർ കിഫ്ബിയുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നിരവധി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തിയാണ് നടത്തിയത്. ഗതാഗതം, ആരോഗ്യം, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി എല്ലാ മേഖലകളിലും നടത്തിയിട്ടുള്ള കൂടുതൽ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. കഴിഞ്ഞ 10 വർഷമായി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളാണ്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ വികസനം, അതുപോലെ തന്നെ കരുനാഗപ്പള്ളി മോഡൽ സ്കൂള്, UPGS, ആലപ്പാട് പഞ്ചായത്തിലെ സ്കൂളുകൾ, മറ്റ് വിവിധ പഞ്ചായത്തുകളിലായി സ്കൂളിൻ്റെ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനം കിഫ്ബിയുടെ സഹായത്തോടെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസനമാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നടന്നത്. മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലം, അതുപോലെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് കിഫ്ബി വഴി അനുവദിച്ചിരുന്നു. അതുപോലെ കാട്ടിക്കടവ് പാലം, ഇങ്ങനെ വലിയ വികസന പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചത് 2016 മുതൽ 2021 വരെ ഈ കരുനാഗപ്പള്ളി മണ്ഡലത്തെ സഖാവ് R. രാമചന്ദ്രൻ, പ്രിയപ്പെട്ട സഖാവ്, പ്രതിനിധീകരിക്കുന്ന സന്ദർഭത്തിലാണ്. ആ പദ്ധതികൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി ഈ മണ്ഡലത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ആ ചികിത്സാ സൗകര്യം കിട്ടുന്ന രൂപത്തിൽ ആ ബഹുനില കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി വരികയാണ്. ആർട്സ് കോളേജിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ കാട്ടിക്കടവ് പാലത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. എന്നാൽ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ പൂർത്തീകരിക്കുന്ന വേഗതയിൽ നമ്മുടെ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ആ പദ്ധതികളുടെ പൂർത്തീകരണം സമയബന്ധിതമായി നടത്താൻ കഴിഞ്ഞില്ല ഈ 5 വർഷക്കാലം എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ഗവൺമെൻറ് പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ ആ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെങ്കിൽ വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ വന്ന പോരായ്മ ഒഴിച്ചാൽ അതിശയകരമായ വികസന പ്രവർത്തനങ്ങൾ 2016-21 കാലത്ത് 1500 കോടി രൂപയുടെ പദ്ധതികളാണ്
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഈ കരുനാഗപ്പള്ളി മണ്ഡലത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അതിലേറെയും കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടിയുള്ളതാണ്. ഇപ്പോൾ വള്ളിക്കാവിലെ പബ്ലിക് മാർക്കറ്റിനുള്ള ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മണ്ഡലത്തിൽ പരിശോധിച്ചാൽ വളരെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഗവൺമെൻറ് ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കി അതിൻ്റെ ഫലം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. പരമ്പരാഗത മേഖലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വലിയ സഹായമാണ് നമ്മുടെ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമാണ് കശുവണ്ടി മേഖല, മത്സ്യത്തൊഴിലാളി മേഖല, അതുപോലെ കയർ തൊഴിലാളി മേഖല. ഈ മേഖലകളിലെല്ലാം പരമ്പരാഗത തൊഴിൽ മേഖലയെ സഹായിക്കുന്നതിനുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുടെ ഗുണം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കശുവണ്ടി ഫാക്ടറികൾ നമുക്കറിയാം നേരിടുന്ന വെല്ലുവിളി. ആ വെല്ലുവിളി അതിജീവിക്കാൻ കാഷ്യൂ ഫാക്ടറി, കശുവണ്ടി കോർപ്പറേഷൻ്റെയും അതുപോലെ കാപ്പെക്സിൻ്റെയും എല്ലാം ഫാക്ടറികൾ തുറന്നുകൊണ്ട് അവരുടെ കുടിശ്ശികയായിരുന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി കൊടുത്തുകൊണ്ട് വലിയ ഇടപെടലാണ് കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിയത്. പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മത്സ്യമേഖല. ആ മത്സ്യത്തൊഴിലാളികൾക്കായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് മുൻപൊരു കാലത്തും ഇല്ലാത്ത വിധം ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഏതറ്റം വരെ പഠിച്ചാലും അവർക്ക് സൗജന്യമായി പഠിക്കാനുള്ള സൗകര്യം, MBBS-നും എഞ്ചിനീയറിങ്ങിനുമെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തെ സഹായിക്കാനുള്ള ഫീസ് സൗജന്യം മാത്രമല്ല, അവർക്ക് കോച്ചിങ് നൽകുന്നതിനുള്ള, അവർക്ക് പരിശീലനം നൽകുന്നതിനുള്ള സാമ്പത്തിക സഹായം പോലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നൽകി. മത്സ്യമേഖലയിലെ നിരന്തരമായി ആവശ്യം ഉയർന്നിരുന്നൊരു പ്രശ്നമാണ് ഈ കടൽ ഭിത്തിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. കടൽ ഭിത്തിയുടെ നിർമ്മാണത്തിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും പിന്മാറി. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയായി മാറുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ 10 ഹോട്ട്സ്പോട്ടുകൾക്ക് ഫണ്ട് അനുവദിച്ച സന്ദർഭത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 11 കിലോമീറ്റർ ദൂരത്തിൽ കടൽ ഭിത്തി നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നത് വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദൗർഭാഗ്യകരമായി ആ പ്രവർത്തനങ്ങൾ സ്പീഡപ്പാക്കുന്നതിന്, അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ആലപ്പാട് പഞ്ചായത്തിൻ്റെ ഒരു സഹകരണം അന്ന് ലഭിച്ചിരുന്നില്ല. എന്നാൽ അതെല്ലാം മാറി ഇന്നിപ്പോൾ ആ പദ്ധതി കൂടി പ്രാവർത്തികമാക്കാനുള്ള ഒരു പരിശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ വിവിധ ക്ഷേമ പദ്ധതി, ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു പദ്ധതി ഈ ദേശീയപാത വികസനം, അതും കരുനാഗപ്പള്ളിയിൽ ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഉയർന്നു വന്ന ആശങ്കയെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ആ ദേശീയപാത നിർമ്മാണമടക്കം ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നാട്ടിലെ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷക്കാലത്തിനിടയിൽ 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-യും തുടർന്നുള്ള 5 വർഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLA-യുമാണ്. ഈ കഴിഞ്ഞ 5 വർഷം ഒരു പ്രഖ്യാപനവും കരുനാഗപ്പള്ളിക്ക് വേണ്ടി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർണ്ണമായി നടപ്പാക്കുന്നതിനും അതിൽ പൂർത്തീകരിക്കുന്നതിനും വേണ്ട ഇടപെടൽ പോലും കഴിയാതിരുന്ന ഒരു 5 വർഷമാണ് കടന്നുപോയിട്ടുള്ളത്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ആലപ്പുഴയുടെ കവാടം എന്ന് വിശേഷിക്കപ്പെടുന്ന കായലും കടലും വ്യവസായവും ഇഴചേർന്ന് കിടക്കുന്ന ചരിത്രവും വർത്തമാനവും കൈകോർക്കുന്ന അരൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഒരു നാടിന്റെ വികസനത്തിന്റെ ആണിക്കല്ല് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഗതാഗതം, ഊർജം, ആരോഗ്യം, വിദ്യാഭ്യാസം, തീരദേശ വികസനം, കായികം തുടങ്ങിയ ഒരു ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന സമഗ്രമായ വികസനമാണ് അരൂരിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സംസ്ഥാന സർക്കാർ കിഫ്ബിയുമായി ചേർന്ന് നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ കാണാം.
തൃശ്ശൂർ നമുക്ക് അഭിമാനിക്കാവുന്ന പ്രവർത്തനങ്ങളാണ്. കാരണം വെച്ചാൽ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് കിഫ്ബിയെ കൊണ്ട് നമുക്കുള്ളത്. കാരണം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ, അതായത് വേമ്പനാട് കായൽ കിടക്കുന്ന ഏറ്റവും നീളം കൂടിയ ഒരു പാലമാണ്, 100 കോടിയുടെ പാലമാണ് നമുക്ക് പെരുമ്പളം പാലം. അത് തന്നെ എന്താ പറയുക, കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്നൊരു പാലമാണ്. ഏറ്റവും കൂടുതൽ നീളക്കൂടുതലാണ്. എനിക്കാണ് 1157 മീറ്റർ എങ്ങാണ്ടാണ് നീളം, 11 മീറ്റർ വീതി, അത്രയും വീതിയുള്ള വലിയ നീളത്തിലുള്ള പാലാണ്. അപ്പോൾ അത് തന്നെയല്ല മഴവിൽ ആകൃതിയിലുള്ള പാലാണ്. വളരെ മനോഹരമായൊരു പാലാണ്. 2016-17 കാലഘട്ടത്തിൽ കല്ലിട്ടതാണ്. അന്ന് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയാണ് കല്ലിട്ടത്. പിന്നെ പൊതുമരാമത്ത് മന്ത്രി അന്ന് ജി സുധാകരനാണ്. ഇവിടുത്തെ MLA ആരിഫ് സാറായിരുന്നു. അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് സാറായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കൊണ്ടുവന്ന വലിയൊരു പ്രോജക്റ്റാണ്. അത് നമുക്ക് നാടിനെ അഭിമാനിക്കാവുന്നതാണ്. അത് നടപ്പിലായത്, അതിൻ്റെ ഭൂരിഭാഗവും നടപ്പിലായത്, അത് പൂർത്തിയാകാൻ പോകുന്ന നമ്മുടെ കാലഘട്ടത്തിലാണ്. നമ്മളാണത് എന്ന് വെച്ചാൽ അത് കേസുമായിട്ട് ബന്ധപ്പെട്ട്, സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങളത് കിടന്നു പോയി. ഇതിനിടയ്ക്ക് മറ്റൊരു ഭരണം അതിനുള്ളിൽ വന്നു. അപ്പോൾ അതിനൊക്കെ തടസ്സമായിട്ടത് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് കയറിയ ഉടനെ തന്നെ ഇത് നടപ്പിലാകാൻ ഉള്ള പരിശ്രമം നടത്തി. പെട്ടെന്ന് തന്നെയാണത് ഊരാളുങ്കലാണ് എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പൂർത്തിയായി. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഉദ്ഘാടനം ഈ മാസം ലാസ്റ്റോടുകൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അന്ന് ഡേറ്റ് തരുന്നു. അതുപോലെ ഇപ്പോഴത്തെ നമ്മളുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് മിനിസ്റ്റർ, ഇപ്പോഴത്തെ ഫിനാൻസ് മന്ത്രി, ഇവരെല്ലാവരുമാണ് ഇപ്പോൾ അതിന് ഉള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് നടത്തണം എന്നുള്ള തീരുമാനമെടുത്ത് ഇതിപ്പോൾ നടപ്പിലാകാൻ പൂർത്തിയാകാൻ പോകുന്നു. പിന്നെ സ്കൂളുകൾ, മറ്റത്തിൽ ഭാഗം, എനിക്ക് തോന്നുന്നു ഓടംപള്ളി സ്കൂള്, അത് 1,30,00,000 അങ്ങനെ വെച്ചുള്ള വർക്കുകൾ ധാരാളമുണ്ട്. 5 തുരുത്ത് പാലമുണ്ട്. 1,30,00,000 മറ്റത്തിൽ ഭാഗം ഓടംപള്ളി സ്കൂള്, പിന്നെ എനിക്ക് വേണം പെരുമ്പളം സ്കൂള്. അതിന് മുന്നേ ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട, ഞാൻ ജില്ലാ പഞ്ചായത്ത് ഇരിക്കുമ്പോൾ അന്ന് ആരിഫ് സാർ ഇവിടെയുള്ള കാലഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രു സ്കൂള്, അതെല്ലാം നമ്മുടെ കിഫ്ബിയുടെ പ്രൊജക്റ്റുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 10 വർഷം കൊണ്ട് നമ്മൾ എത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ചിന്തിക്കണം. ഈ 10 വർഷം കൊണ്ട് നമ്മൾ എന്തിനെയൊക്കെ പ്രതിരോധിക്കേണ്ടതായിട്ട് വന്നു എന്ന് ചിന്തിക്കണം. കാരണം ഇതിനു മുന്നേ ഉള്ള മറ്റുള്ള ഭരണകാലഘട്ടങ്ങളിൽ അത് ആരുടേതാവട്ടെ, ആ ഭരണകാലഘട്ടത്തിലൊന്നും നമുക്ക് വെള്ളപ്പൊക്കമോ നിപ്പോയോ കോവിഡോ കൊടുങ്കാറ്റോ ഒന്നും വന്നിട്ടില്ല. ഇത്രയും ഇത്രയും അനർത്ഥങ്ങളിൽ നമ്മൾ നിലകൊള്ളുമ്പോഴും നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു വികസന പ്രവർത്തനത്തിനും ഒരു കുറവും പറ്റാത്ത വിധത്തിൽ. അപ്പോൾ അതിന് നമ്മൾ കിഫ്ബിയെയാണ് ആശ്രയിച്ചത്. അപ്പം സ്കൂൾ കെട്ടിടങ്ങളാകട്ടെ, സ്കൂളുകളാകട്ടെ, കുഞ്ഞുങ്ങളുടെ, കാരണം നമ്മുടെ കൊച്ചു കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിവുള്ളവരാണ്. അപ്പോൾ അറിവുള്ളത് കൊണ്ട് തന്നെ വലിയ തെറ്റായ പ്രവണതകൾ ഇവിടെ നടപ്പാകത്തില്ല. കാരണം അറിവിനെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. കുട്ടികളുടെ മേഖലയെ വിജയിപ്പിക്കുവാനുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയധികം പ്രോത്സാഹനമാണ്. ഇപ്പം ഞാൻ വന്നതിന് ശേഷം 20 സ്കൂളുകളാണ് എൻ്റെ മണ്ഡലത്തിൽ MLA ഫണ്ടാവട്ടെ, കിഫ്ബി ഫണ്ടാവട്ടെ, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫണ്ടാവട്ടെ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം 20 സ്കൂളുകൾ. അപ്പോൾ അതിന് മുന്നേ എത്ര സ്കൂളുകൾ നടന്നിട്ടുണ്ടാവും? നമ്മൾ ആ ഒരു 10 വർഷക്കാലം എടുത്താണ്. ഞാൻ 5 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ആരോഗ്യ മേഖലയും. എത്ര കോടികളാണ്? പാലം തന്നെ 316 കോടിയാണ്. ഈ പാലങ്ങളെല്ലാം കൂടെ 5 തുരുത്ത് പാലമുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്നതാണ്. 5 തുരുത്തും ഏറ്റെടുത്തിരിക്കുന്ന പാലങ്ങളാണ്. ഇതൊക്കെ നടപ്പാകും. ജനങ്ങളെ പറ്റിക്കുന്നതൊന്നും അല്ല. അപ്പം ഇതിനൊക്കെ എല്ലാത്തിനും ഗവൺമെൻറ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏത് മേഖല എടുത്താലും അതിനെ വളർത്തുവാനായിട്ട്. പിന്നെ ടൂറിസം മേഖല എടുക്കട്ടെ, വലിയ പ്രവർത്തനങ്ങളാണ് ടൂറിസം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ മേഖല എടുക്കുമ്പോഴും നമ്മൾ ഒരു അനർത്ഥങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും. ജനങ്ങൾക്കാണെങ്കിലും മനസ്സിലാവും. അത് 1500 OP ഉള്ള ഒരു ആശുപത്രിയായത് ഇനി നാഷണൽ ഹൈവേയുടെ അരിയിലായിട്ട് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. എല്ലാവർക്കും വിശ്വാസം ആർജിച്ച ഒരു ഹോസ്പിറ്റലാണ്. കാരണം ഏത് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് ഓടിക്കയറുന്നത് അങ്ങോട്ടാണ്.
15 ഡയാലിസിസ് യൂണിറ്റ് ഇരുന്ന് നിരന്തരം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 150ഓളം 160ഓളം പേഷ്യൻറ്റിനെ ഡെയിലി ഡയാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഗൈനക്കോളജി എന്താ പറയുക, എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഗൈനക്കോളജി ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞാൽ 5 പൈസ ഇല്ലാതെ അവിടെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. കിഡ്നി അടിച്ചു പോകുന്ന ഒരു വ്യക്തി മറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സിക്കാനാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക കുടുംബം വിറ്റുപോകും. അപ്പം എന്ന് വെച്ച് എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അനേകം മനുഷ്യരുണ്ട്. അതിൽ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് അവരെടുത്തുകൊണ്ടാണ് ഈ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡുകളുടെ മാറ്റം പശ്ചാത്തല മേഖല എന്ന് പറഞ്ഞാൽ വൻ എന്താ പറയുക, കിഫ്ബി എന്ന് പറഞ്ഞ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ വലിയ റോഡുകളല്ലേ, കിഫ്ബിയുടെ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ആലപ്പുഴയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചങ്ങനാശ്ശേരിയിലൊക്കെ പോകുന്ന റൂട്ടുകൾ എന്താണ്, അതൊക്കെ ഇങ്ങനെ കിടന്നതാണല്ലോ. ആ വെള്ളപ്പൊക്കത്തിലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായിട്ട് കിടന്ന കാര്യങ്ങളല്ലേ എല്ലാം നടക്കുന്നത്. അപ്പോൾ അനേകം റോഡുകളല്ലേ സംസ്ഥാനത്തുടനീളം കിഫ്ബി ഫണ്ടുകൾ വെച്ചു, കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സംസ്ഥാനത്തിന് അത്രയും വലിയ ഫണ്ടുള്ള അല്ലല്ലോ കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ വലിയ സംവിധാനങ്ങളുള്ളതല്ല. പക്ഷേ നമ്മൾ കിഫ്ബിയെ വെച്ചുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുകയാണ്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗം. എങ്ങോട്ട് തിരിഞ്ഞാലും, ഇപ്പോൾ കോഴിക്കോട് ചെന്നാലും എന്താ പറയുക, കൊടുങ്ങല്ലൂർ ചെന്നാലും തിരുവനന്തപുരത്ത് ചെന്നാലും നമ്മൾ മെയിൻ റോഡുകളെല്ലാം എടുത്ത് നോക്കുക. പശ്ചാത്തല സംവിധാനം എല്ലാം വളരെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ മേഖലയിൽ. അപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ കാണുന്ന ഒരു കിടപ്പല്ല നമ്മുടെ ഇന്നത്തെ കാലഘട്ടം. അതുതന്നെയല്ലേ നമ്മളുടെ ഈ പാലങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട്. എലിവേറ്റഡ് ഹൈവേ നടക്കുന്നു. ഇവിടെ എലിവേറ്റഡ് ഹൈവേ, ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേയുടെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചു റോഡുകൾ കുറേ എണ്ണം പൊട്ടിയിട്ടുണ്ട്, ഒരുപാടെണ്ണം പൊട്ടിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും MLA ഒക്കെ റോഡുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് MLA ഫണ്ടുകൾ വെച്ച് തന്നെ. ചെറിയ റോഡുകൾ നമുക്ക് അങ്ങനെ ചെയ്യും. പക്ഷേ ഫണ്ടുകൾ വെച്ചെങ്കിലും ഈ കോൺട്രാക്ടേഴ്സ് GST എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് എടുക്കുന്നില്ലാത്തൊരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട് ചെറിയ റോഡുകൾക്ക്. എല്ലാം കംപ്ലീറ്റ് ആണെന്നൊരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ മാക്സിമം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടപ്പിലാകാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടമാണ്. ഇത്രയും പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. കാരണം എന്താ പറയുക, ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ചൊരു ഗവൺമെൻറ്. വേറെ ഒരു ഗവൺമെൻറ് കാലഘട്ടത്തിലും ഈ പ്രതിസന്ധികളില്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാലോ, സത്യസന്ധമായ ഒരു അഭിപ്രായമല്ലേ അത്. ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത്. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.